ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. അക്കാലമായിരത്തിന്മേലൊരു 100 മക്കളും അൻപോടു 120 കന്യകമാരും ജനിച്ചവർ തമ്മേ അന്യോന്യമോദേന. പിന്നെ പുരഞ്ജനൻ ശിക്ഷയായി ചെമ്മേ വളർത്തു വേൾപ്പിച്ചതങ്ങ് ഒക്കെ കൊടുത്തിതു കന്യകമാരെയും. പുത്രർ അവർക്കുമുണ്ടായിതനവധി സത്രങ്ങളും ചെയ്തു കീർത്തിയാ സുഖിച്ചവൻ. പുത്രമിത്രാർത്ഥികളോടു ചേർന്നങ്ങനെ നിത്യം ഇരിക്കും നാൾ 10 വത്സരം ചെന്നാളവാപത്തു കാലവും അത്യന്തമാകന്ത വന്നടുത്തു ബല. ചണ്ടവേക്കാനാഗന്ധർവനന്നു താന് നന്നായി വെളുത്തുള്ള 360 ഗന്ധർവന്മാരോടു കൂടവേ വന്നുടൻ അന്ധനായുള്ള പുരഞ്ജനൻ തന്നെ. നല്ല പുരത്തെ ചെറുത്തിടിനാനവൻ മെല്ലെ പ്രജാകരനായ നാഗേന്ദ്രനും. തുല്യരാഗന്ധർവന്മാരോടുമൊന്നിച്ചു വല്ലഭമോടു 100 യുദ്ധം ചെയ്താന്. അന്നവസാന ബലക്ഷയ കാരണാല് തന്നിൽ വിവേകം കലർന്ന പുരഞ്ജനൻ ചാരുപുരഞ്ജിനിയിങ്കൽ മുഴുത്തേഴും പാരവശ്യം കൊണ്ടു മന്ദനായി മേവിനാന്. പിന്നെ ഗന്ധർവന്മാർക്കു തുണയിങ്ങു വന്നുകൂടിക്കാലദേവതനുജയും. മുന്നം അവളൊരു ഭർത്താവിനെ തിരഞ്ഞ് അന്യോന്യകാലമാകന്തലോകങ്ങളിൽ എങ്ങും പെരുമാറിനാളവൾ ദുർഭഗയെന്നതുകൊണ്ടൊരു ആദരിച്ചീല പോലെ. പണ്ടവളെ പുരുവാൻ നരേന്ദ്രോത്തമ ഇണ്ടൽ പൂണ്ടാശു ധരിച്ചാനേകനാള്. കുണ്ടത തീർന്നു വരവും കൊടുത്തവൾ രണ്ടാമതും സത്യലോകത്തു നിന്നിങ്ങു പോന്നു വന്നെന്നെ വരിപ്പതിനായിങ്ങു ചേർന്നു നിന്നേറ്റം അത്യാഗ്രഹിച്ചിടിനാൾ. ബ്രഹ്മചര്യവരനായ ഞാൻ അന്നതും സമ്മതിച്ചില്ലതു കൊണ്ടവളേറ്റവും ക്രോധം കലർന്നോരിടത്തും ഇരിക്കരുത് ആകവാറെന്നെ ശപിക്കുകയും ചെയ്തുടൻ. പോരും അവളെൻ്റെ വജോമാർക്കഹേതുനാ സാകം ഭയന്നാമകനായവനെ ഭർത്താവായി കൊള്ളുവതിൻ ആഗ്രഹം ഉൾക്കലർന്ന് അത്ര യവനാധിപനോടു ചൊല്ലിനാള്. നിന്നെ വരിപ്പതിനായി കൊണ്ടു ഞാനിക വന്നു നിന്നീ ലോകവൃത്തി കൊണ്ടും ശാസ്ത്ര നിർണയം കൊണ്ടും നിഷിദ്ധമല്ലാത്തത് കേൾക്കുകയും ആശു കൊടുക്കുകയും വേണമെന്ന്. ആകയാൽ ഭദ്രനാമേവിനാ നിന്നെ ഞാൻ സേവിക്കയെന്നതെന്നിൽ മുഴുത്ത ദയ ഉള്ളിലുണ്ടാക വേണമെന്നിങ്ങനെ കാലകന്യാ വചനം കേട്ടു നിന്നിതും
കാലകന്യാഭജനം കേട്ടു നിന്നിതും കാലമേ ദേവരഹസ്യ സിദ്ധാശയായി ഹാസപൂർവം യവനാധിപൻ ചൊല്ലിനാൻ ആസുരിയായ നിനക്കു ഞാൻ മുന്നമേ ഭർത്താവിനെയുണ്ടു കൽപ്പിച്ചിരിക്കുന്ന അത്ര നീ ദുർവകയാകയാൽ എന്നുമേ കൈകൊള്ളുകയില്ലങ്ങാതരാല് മാനുഷരൊക്കെ മറഞ്ഞു നിന്നമ്പോടനുദിനം നന്നായി അനുഭവിച്ചാലും പിരിയാതെ നിന്നീടുമങ്ങിവൻ പ്രജ്വരനും ദൃഢം പ്രാതാപെനിക്കുടൻ പ്രജ്വരനെന്നുടെ സോദരീ നീ നിങ്ങൾ തങ്ങളിൽ ഇരുവരും ഞാനും ഭയങ്കരമായി പടയുമായി കാനനെ കൂടെ നടപ്പനെങ്ങുമേ എന്നിങ്ങനെ അവൻ ചൊല്ലി നിന്നങ്ങവൻ തന്നുടെ സൈനിക മധ്യേ സഹജനും കാലകന്യാവുമായി മേദിനീങ്കൽ കാലം പെരുമാറി നിന്നവർ മെല്ലവേ വന്നു പുരഞ്ജനനുരവങ്ങിന മന്നവൻ തൻപുരത്തെ ചെറുത്തേടിനാർ അന്നവിടെ കലകത്തിൽ പ്രജാകരൻ ഉന്നതനത്രേയും കിന്നനായാൻ തുലോ എന്നുകൊണ്ടളവേ കാലകന്യക ചെന്നകമ്പോക്കും പുരഞ്ജനൻ തൻപുരം തന്നുടെ പാട്ടിലമ്മാറടക്കിടിനാള് ചെന്നോ ചുഴന്നോ കൂടിയവനന്മാരും തൽപരിവേടകളാലെ പുരഞ്ജനൻ ഉൾപ്പുവിലേറ്റം പരിതാപയുക്തനായി നിത്യം അക്കാല കന്യാവിനാലത്രേയും അത്യാരമാലിംഗിതനായി ചമകയാൽ തേജോവിഹീനനായി മോഹിച്ചു ഗന്ധർവ രാജയവനന്മാരാൽ കൃതധൈര്യനായി പോരും നൃപതി ബഹുമാനഹീനരായോരു തനയധാരാങ്ങളെയും നിജ ശത്രുവിരോധ പ്രപഞ്ചങ്ങളെയും കണ്ട് ഉൾത്താരിലുണ്ടായേഴും വിവേകങ്ങളാൽ തൽപ്രതി കർമാഹന്ത കാണാഞ്ഞുടൻ അപ്പൊഴുതിച്ച കൂടാതെ രാജ്യത്തെയും വിട്ടുകളഞ്ഞു പുറപ്പെടുവാനൊരു ഒരുമ്പെട്ട പുരഞ്ജനെ കണ്ടു കേവലം പ്രജ്വരനാം ഭയപ്രിയം വിശ്വാസമുൾക്കൊണ്ടു ചെയ്യയിൽ ഇച്ഛയാൽ തൽപുരി ചുട്ടു സംഹാരം തുടങ്ങിന അപ്പൊഴുതപ്പുരീവാലയൻ പ്രജാകരൻ ചിത്തേ മുഴുത്ത പരിതാപയുക്തനായത്തലോടെ വിയോഗത്തിരാരംഭിച്ചാൻ തത്സമയേ പരിവ്രീഡതനായ നൃപൻ വത്സങ്ങളിലും പ്രണയിനി തന്നിലും ശക്തി കലർന്നു വിചാരം തുടങ്ങിന അക്കാലമങ്ങു ഞാൻ പൊയ്ക്കളഞ്ഞാലിനി മത്സൂതന്മാർക്കും കുടുംബിനികർക്കും പുന മിത്രങ്ങളായവർക്കെന്തോരന്യാശ്രയം ഇങ്ങനെയുള്ള വിചാരം പുരഞ്ജൻ അങ്ങകതാരിൽ ഉൾക്കൊണ്ടിരിക്കും വിധൗ നിന്ന ഭയൻ യവനന്മാരുമായി മുതിർന്നുന്നതനാം അവനെ പിടിച്ച് അഞ്ചസാ ബന്ധിച്ചു കൊണ്ടങ്ങു പോകത്തുടങ്ങിനാന് ബന്ധുക്കളും സുതതാരങ്ങളും ദൃഢം സത്യജിച്ചിടിനാരാഹന്ത കൂടവേ സന്തത പാലനടങ്ങിനാൻ നാഗവും മുന്നേ കണക്കേ പരീക്ഷീണമായതും മന്നവൻ തൻ പുരവും
വൃഥാ കേവലം. പിന്നെ യവനവശഗതനാകിയ മന്നവൻ തന്നെയും ദുർമാർഗത്തോടെ കൊണ്ടുപോകുമ്പോഴുതങ്ങു പുരഞ്ജനൻ പണ്ടഹോ തന്നാൽ കഥങ്ങളായി മേവിന ദുഷ്ടപശുക്കളാലെത്രയും ദണ്ഡങ്ങൾ കഷ്ടതരങ്ങൾ അനുഭവിച്ചിടിനാൻ. മറ്റും അനേക ദുഃഖങ്ങൾ അനുഭവിച്ച് അറ്റമില്ലാതെ പീഡിച്ചാൻ ഓരോ വിധം. കാലധർമാനുസമയമായിടിന കാലസ്മരണ നിമിത്തമായങ്ങവൻ താനും പ്രമദോത്തമയായി ജനിച്ചുടൻ മാനേന വൈദർഭിയായി ചമഞ്ഞു മുതാ. പാണ്ഡ്യാധിപൻ മലയധ്വജൻ കീർത്തിയും പൂണ്ട് ഭൂവൃത്തുകൾ തമ്മെ എല്ലാരെയും തന്നാൽ ജയിച്ചു മെതിയടി വീര്യമായി നിന്നവൻ വേട്ടുകൊണ്ടെന്നവൾ തന്നിലേ നിന്നതി സുന്ദരിയായി ഉളവായോര് കന്യകയ്ക്കെങ്ങനുജാതരായ 7 പേർ വന്നുളരായവർ ദിഗിഷയങ്ങളെ ഇന്നും അധിപതിമാരവർ തന്നെ നന്ദനജാതങ്ങളാൽ 10 കൊണ്ട് ഉന്നതന്മാരവർകൾ കുളവാകിയ സന്തതി കൊണ്ട് ഭൂമണ്ഡലമേഴുമൊന്ന് അന്തരമെന്നിയെ അനുഭവിച്ചിടുന്നു. സന്തതം അന്യന്തരങ്ങൾ മുഴുവനേ സന്തുഷ്ടനായ മലയധ്വജപുത്രി സംപ്രമോദാലഗസ്ത്യൻ വേട്ടവൾ തന്നിൽ അൻപോടോടെ ദൃഢച്യുതൻ തന്നെയും സംപ്രതി താൻ ജനിപ്പിച്ചാനവൻ പുത്രൻ അൻപേഴും മഹാവാകൻ മലയധ്വജൻ മുമ്പേ ഭഗവതാരാധന തൽപരൻ കമ്പമൊഴിച്ചതിൽ ഇച്ഛയായി സാദരം ഭൂമണ്ഡലം സുതന്മാർക്കു കൊടുത്തുടൻ ശ്രീമാൻ മഹാവിഷ്ണുപാദേ ഭക്ത്യാവനം പ്രാപിച്ചു ദേഹധനതനയാദികൾ ആവൽക്കരമെന്നുറച്ചതാ സർവവും. വൈദർഭിയോടു തപസ്സു ചെയ്തിടിനാനാദരാല് ചന്ദ്രവസാതാമ്രവർണിയും മേദിനീങ്കൽ വാടോദയെന്നും ജഗദാദി പ്രസിദ്ധങ്ങളായ നദികളിൽ പുണ്യജലങ്ങളാൽ സ്ഥാനാനചമനങ്ങളാൽ അന്യോന്യകാലമാകന്ത ചെയ്തേറ്റവും ശുദ്ധഫലമൂല പുഷ്കരാദ്യാഹാര പ്രത്യാവരജോടു രക്ഷിച്ചു ദേഹവും ശോഷണം ചെയ്തു ശീതോഷ്മണരു ഭീഷണം ശുൽപിവാസാദീവിധങ്ങൾ മാനസത്തിങ്കൽ സഹിച്ചു നിരന്തരം മാനമദാദിഭ്രമങ്ങൾ ഒഴിഞ്ഞുടൻ താനും ഗുരുവും അഖില പ്രപഞ്ചവും നൂനം പരബ്രഹ്മവും മഹാമായയും ഏകമയമാത്മാ ഒരുമിച്ചു കണ്ടുകൊണ്ട് ഏകാന്തദേശേ സദാ ഭേദമെന്നീ കേവലാത്മയോഗേന സമാധി ചേർന്ന് ആവിർമുദ പരമാനന്ദ സംയുതം വാണിടിനാൻ പലകാലം പ്രണവനാളേന വരം പരലീനനായാകാൻ ക്രമാല് പത്യ സിദ്ധനായി മേവിന ഭർത്തുക്കളേം വരം കണ്ടു വൈദർഭിയും ദുഃഖേന സംസ്കാരവും ചെയ്തുടൻ ഉദകക്രിയ
ഒട്ടും സവിണ്ടാന്തകർമ്മവും കൃത്യാഭിധാനം മരിപ്പതിനായി നിന്ന വൃത്താന്തമാകന്ത കണ്ടു പുരാ നിജമിത്രമാം ബ്രഹ്മമുഖാദുക്തിവാണി വിരുൾത്താരിൽ ഉണ്ടായ മായാഭ്രമങ്ങളും തൃത്യാപ്യനന്തരം കംസപാദങ്ങൾ അത്യാദരേണ സമാശ്രയിച്ചു പരം. അടുത്ത ഭാഗം നാളെ.